അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ് ഫിസിക്സ് ഭൗതികശാസ്ത്രത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ശബ്ദതരംഗങ്ങൾ, സൗണ്ട് വേവ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് കണ്ടോ, കുറച്ച് കുട്ടികളുടെയും ഒരു ടീച്ചറിന്റെ ഒക്കെ പടം തന്നിട്ടുണ്ട്. അപ്പം അവർ ഊഞ്ഞാലാടുക. അപ്പൊ ഒരു പയ്യനെ പറയുവാണ്, ടീച്ചർ ഈ കുട്ടി 10 ആട്ടം കഴിഞ്ഞു, ഇറങ്ങാൻ പറയൂ, ഇനി എന്റെ ഊഴമാണ്. അപ്പൊ ആ കുട്ടി പറയുവാണ് എന്ത്, 5 ആട്ടമേ ആയുള്ളെന്ന്. അപ്പൊ ടീച്ചറും അത് ശരിവെച്ചു, 5 ആട്ടമേ ആയുള്ളൂ. അപ്പോ എങ്ങനെയായിരിക്കും ഈ കുട്ടി, ഈ ഊഞ്ഞാലാടുന്ന കുട്ടി ഇത് അളന്നത്, ഈ ഊഞ്ഞാലാടുന്നത് അതറിയാവോ? ഒരു ഒരു റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതായിരിക്കും. അതെ, ഒരു റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇപ്പൊ തുടക്കം ദേ ഇവിടെ ഒന്ന് നോക്കാവോ, നമ്മുടെ ഈ ചിത്രം കണ്ടോ? ഇതില് ഈ ഊഞ്ഞാല് തുടങ്ങിയത് എവിടുന്നാ? ഓയിൽ നിന്നാ തുടങ്ങിയേക്കുന്നത് അല്ലേ? അപ്പോ ഈ അതെ തുടങ്ങിയ സ്ഥാനത്ത് നിന്ന് ഓയിൽ നിന്ന് എയിലേക്ക് ചെന്നു, എന്നിട്ട് എയിൽ നിന്ന് ഓയിലേക്ക് തിരിച്ചു വരുന്നു, പിന്നെ ഓയിൽ നിന്ന് പിന്നെ ബിയിലോട്ട് പോകുന്നു, പിന്നെയും തിരിച്ചു വരുന്നു. അപ്പൊ അതാണ്, ആ ഒരു ചലനത്തിനെയാണ് ആ കുട്ടി കണക്കാക്കിയത്. പക്ഷെ പയ്യൻ എടുത്തത് എങ്ങനെയാണ്? പയ്യൻ എടുത്തത് ഇത് മാത്രമേ ഉള്ളൂ, ഓയിൽ നിന്ന് എയിലോട്ട് പോകുന്നു, അത് കഴിഞ്ഞ് പിന്നെയും പയ്യൻ കൂട്ടിയത് അല്ലേ, അതെ ഒന്നായിട്ടല്ല രണ്ടായിട്ട് കൂട്ടി, ഓയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, അങ്ങനെ പയ്യൻ കൂട്ടിയത്. അതുകൊണ്ടാണ് കണക്കില് അങ്ങനെ വ്യത്യാസം വന്നത്. അപ്പോ ഈ ഊഞ്ഞാലിന്റെ ചലനം ഏത് തരമാണ്? ദോലനമാണ് കേട്ടോ, ദോലനമാണ് നമ്മുടെ ഊഞ്ഞാലിന്റെ ചലനം. ജോലി അതെ, ദോലനം. അപ്പൊ ഊഞ്ഞാൽ സ്വതന്ത്ര അവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം, തുലന സ്ഥാനം ഏതാണ്? പോയാ ഓയാണ്. പിന്നെ ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് എന്ത്, നമ്മുടെ ഈ ദോലനം എന്ന് പറയുന്നത് കേട്ടോ. ജോലി ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് എന്ത്, ഈ ദോലനം അഥവാ ഓക്സിലേഷൻ. അപ്പോ നമ്മുടെ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് എന്ത്, ആയതി. അപ്പോ ഇവിടെ നമ്മുടെ ഒരു വശത്തേക്ക് പോയിരിക്കുന്ന പരമാവധി ദൂരം ഏതാ? ഈ ഓയിൽ നിന്ന് എയിലേക്ക് പോയ പരമാവധി അളവ് ഏതാ? ക്യാപിറ്റൽ എയിലേക്ക് പോയത് ഈ സ്മോൾ ലെറ്റർ എ അല്ലേ? സ്മോൾ ലെറ്റർ. അതെ അതെ. അപ്പോ അതെ അതെ ആ ഒരു സ്മോൾ ലെറ്റർ എ ആണ് എന്ത്, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ, ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആയതി എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്, ഇവിടുത്തെ കാര്യം പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആയതിയുടെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് കേട്ടോ, മീറ്റർ. അപ്പൊ അതേണ്ട ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഊഞ്ഞാലിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഊഞ്ഞാൽ ഒരു ആട്ടം പൂർത്തിയാക്കുന്നത് എപ്പോഴാണ്? ഓയിൽ നിന്ന് എയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഓയിൽ നിന്ന് എയിലെത്തി അവിടെ നിന്ന് ബിയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ. ഏതാ? നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ അല്ലയോ? പിന്നെ ഓയിൽ നിന്ന് പുറപ്പെട്ട് ഇരുവശങ്ങളിലേക്കും പോയി തിരികെ ഓയിൽ എത്തുമ്പോൾ ആണല്ലോ ഊഞ്ഞാൽ ഒരു ദോലനം പൂർത്തിയാക്കുന്നത്. ആണല്ലോ, ശരിയാണല്ലോ, നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ അല്ലേ? എവിടെ നിന്ന് അതെ ചലനം, അതെ അതെ, എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. അതിപ്പോ എന്താ, നമുക്ക് ഇപ്പൊ എയിൽ നിന്ന് തന്നെ നോക്കാം. എയിൽ നിന്ന് തുടങ്ങി ബി വരെ പോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലോട്ട് വന്നു അല്ലേ? അതെ അല്ലെങ്കിൽ അതെ ബിയിൽ നിന്ന് പോയി എയിലേക്ക് പോയി, പിന്നെ എന്താ, എയിൽ നിന്ന് തിരിച്ച് ബിയിലേക്ക് ചെന്നു. അപ്പൊ തുടങ്ങിയിടത്ത് തന്നെ ചെല്ലുക. അത് ഒരു ദോലനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഈ ദോലന ചലനത്തിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ പെൻഡുലം, ക്ലോക്കിലെ പെൻഡുലം. പഴയകാല, പെൻഡുലം. അതെ, പഴയകാല ക്ലോക്കുകളിലൊക്കെ ഉള്ള പെൻഡുലം. അപ്പോ ഈ പെൻഡുലം 30 ദോലനം കേട്ടോ, 30 ദോലനത്തിനാണ് ഒരു മിനിറ്റ്. അപ്പോ 60 സെക്കൻഡ്, 30 ദോലനം 60 സെക്കൻഡ് ആണ്. അപ്പൊ 30 ദോലനത്തിന് ആവശ്യമായ സമയം 60 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു ദോലനത്തിന് ആവശ്യമായ സമയം എത്രയാണ്? 60 സെക്കൻഡ്. 2 അതെ, ഡിവൈഡ് ബൈ 30 30. വെച്ച് ഹരിച്ചാൽ മതി അല്ലെ? അപ്പൊ 2 സെക്കൻഡ് നമുക്ക് ലഭിക്കും. പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ള പീരീഡ്സ് ആണ്. ഒരു ദോലനത്തിന് ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് എന്ത്, നമ്മുടെ പീരിയഡ് കേട്ടോ. അപ്പോ പീരിയഡ് അളക്കുന്നത് സെക്കൻഡിലാണ്. അപ്പൊ നമ്മളിപ്പോ 3 കാര്യം പറഞ്ഞല്ലേ, ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു, ഓക്സിലേഷൻ പറഞ്ഞു, പിന്നെ എന്തായിരുന്നു, പീരിയഡ് പറഞ്ഞു. ദോലനം എന്തോ? പീരിയഡ് പറഞ്ഞു. അപ്പൊ പീരിയഡ് അളക്കുന്നത് സെക്കൻഡിലാണ് അല്ലെ? സെക്കൻഡിലാണ്. ആംപ്ലിറ്റ്യൂഡ് അളക്കുന്നത് മീറ്ററിലാണ്. ഓക്കെ. അപ്പോ
ഇതേ പെൻഡുലം തന്നെ ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കും എന്ന് നോക്കാൻ പറഞ്ഞത് ഇത് തന്നേക്കുക. അപ്പൊ ഒരു മിനിറ്റില് ദോലനത്തിന്റെ എണ്ണം 30. അപ്പൊ ഒരു സെക്കൻഡിലെ ദോലനത്തിന്റെ എണ്ണം അരയാണ്. അര ഓക്കെ, അത് അര ദോലനം. ഒന്നുമില്ല, 30 60 വെച്ച് ഹരിക്കുക. 60 സെക്കൻഡ് വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും. അതാണ് 0.5. അപ്പോ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് എന്ത്? ആവൃത്തി കേട്ടോ, ഫ്രീക്വൻസി. ആവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്, ഹെഡ്സ്. ആവൃത്തി സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം കൊണ്ടാണ്. ഓക്കെ, അപ്പോ ഈ ഹെഡ്സ് എന്ന പേര് എന്തുകൊണ്ടായിരിക്കും വന്നത്? ഹെൻറിച്ച് റുഡോൾഫ്. ഫ്രീക്വൻസിയുടെ അതെ, അത് ഹെൻറിച്ച് റുഫോൾഡ് ഹെഡ്സ്. ഇപ്പം ജർമ്മനിയിലെ ഹാംബർഗിലാണ് അദ്ദേഹം ജനിച്ചത് കേട്ടോ. ഇതൊക്കെ നോക്കി ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. ജനിച്ച സ്ഥലങ്ങള് ജർമ്മനിയിലെ ഹാംബർഗ്. 1857 മുതൽ 1894 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി. അപ്പോൾ റേഡിയോ, ടെലിഫോണ്, ടെലിഗ്രാഫ്, ടെലിവിഷൻ എന്നിവയുടെ പുരോഗതിക്ക് ആവശ്യമായ അടിത്തറയിട്ടു. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ആവൃത്തിക്ക് എന്ത് കൊടുത്തത്? ഹെഡ്സ് എന്ന യൂണിറ്റ്. ഓക്കെ, അപ്പോ കുറഞ്ഞ ആയതിയിൽ എന്ത്? ആംപ്ലിറ്റ്യൂഡ് അല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു വശത്തേക്ക് പരമാവധി സ്ഥാനാന്തരം പോകുന്നതാണ് എന്ത്? ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോ ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ആവൃത്തിയെ കുറിച്ച് നോക്കണം. അപ്പോ ആവൃത്തി ഈസ് ഇക്വൽ ടു 1/പീരിയഡ്, അതായത് നമ്മുടെ ടൈം 1/സെക്കൻഡ് വരും അല്ലേ? പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി ആട്ടോ, നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പൊ അതെന്താണ്? ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ആവൃത്തിയിൽ തന്നെ ആയിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി. അതായത് ഇപ്പൊ നമ്മൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ എവിടെയെങ്കിലും മേശയെ വല്ലതും ഇടിച്ച് അത് വൈബ്രേറ്റ് ചെയ്യുമല്ലോ അല്ലെ? അതിന്റെ ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമല്ലോ ഈ ട്യൂണിംഗ് ഫോർക്ക്. അതെ അതെ. അപ്പൊ അത് ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി, ആവൃത്തി എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസിയാ അല്ലെ? അതിന്റെ തന്നെ അത് സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യുന്നതാ, അത് നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പൊ പ്രണോദിത കമ്പനം എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷന്. അപ്പോ നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്ക് തന്നെ നമ്മളൊരു മേശയുടെ പുറത്ത് തന്നെ പിന്നെയും വെക്കുവാണെങ്കിൽ ഈ മേശയും കൂടെ വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ ഇച്ചിരി കൂടെ സൗണ്ട് കൂടുതലായിട്ട് കേൾക്കും അല്ലേ? അതെ. അപ്പൊ അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ കേട്ടോ, ഫോഴ്സ്ഡ് വൈബ്രേഷന്. അപ്പൊ ഇതെല്ലാം ഒന്ന് നമുക്ക് ഓർത്തു വെക്കണം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ. ആവൃത്തി എന്തുവായിരുന്നു? ഫ്രീക്വൻസിയുടെ ഇക്വേഷന് 1/പീരിയഡ് അല്ലേ? 1/പീരിയഡ്. അപ്പൊ പീരിയഡ് കൂടുമ്പോൾ ആവൃത്തി, അതെ, പീരിയഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു, ആവൃത്തി കൂടുമ്പോൾ പീരിയഡ് കുറയുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പരീക്ഷണം തന്നേക്കുവാണേ. കുറെ ആക്സോബ്ലേഡ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. അപ്പൊ A, C, A, E എന്നിവയ്ക്ക് ഒരേ ഉയരവാ. അതേസമയം B, D, F എന്ന് പറയുന്നതിന് ഇച്ചിരി കൂടെ ഉയരക്കൂടുതലുണ്ട്. അപ്പോ ഈ A എന്ന ആക്സോബ്ലേഡ് നമ്മൾ കമ്പനം ചെയ്യുമ്പോൾ വൈബ്രേറ്റ് അത് മാത്രം നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമെന്ന് വെച്ചു ഇങ്ങനെ ഒന്ന് ആട്ടി വിട്ടു. അപ്പം കുറച്ച് സമയത്തിന് ശേഷം എന്ത് സംഭവിക്കുന്ന അറിയാവോ? ബാക്കി ഇതിനകത്തിരിക്കുന്ന ഈ ആക്സോബ്ലേഡ് മൊത്തം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഒരേ ഇതിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഒരേ ഫ്രീക്വൻസി ആയിരിക്കുമോ? അല്ലെങ്കിൽ ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും? അല്ല, വ്യത്യസ്തമായിരിക്കും. അപ്പോ A, C, E എന്നീ ആക്സോബ്ലേഡുകൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കുമോ? അതായിരിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാ? അവരുടെ സിമിലാരിറ്റി എന്തുവാ വരുന്നത്? അതെ, ഒരേ നീളം അവർക്ക് വരുന്നത്. പക്ഷേ അതെ, നീളം കൂടുതലുള്ളതിന് അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോ സിയും ഇയും അതിന്റെ സ്വാഭാവിക ആവൃത്തി എയുടെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമായതുകൊണ്ടാണ് അവ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്തത്. അതേസമയം മറ്റേ നീളം കൂടിയത് കുറഞ്ഞ ആയതിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പോ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ കേട്ടോ, അത്
അനുനാദത്തിലാണെന്ന് പറയാം. റെസൊണൻസ്, അതായത് ഇപ്പോ പ്രണോദിത കമ്പനത്തിന് വിധേയമാവുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും, അതായത് സിയും ഇയും. അതേപോലെ തന്നെ നമ്മുടെ എ പ്രേരണം ചെലുത്തുന്ന വസ്തു എ, അപ്പൊ അതിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കള് ഒരേ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അതെ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുനാദം അല്ലെങ്കിൽ റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ഓക്കെ ആയല്ലോ. അപ്പോ ഓക്കെ. ഈ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളാണ് ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നോക്കി വെക്കണം, കാരണം ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. അപ്പോ MRI സ്കാൻ എന്താണ് ഫുൾ ഫോം? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് അല്ലേ? അപ്പൊ അത് എന്തിനാ ഉപയോഗിക്കുന്നത്? ശരീരത്തിലെ അകത്തെ അവയവങ്ങളുടെ ഘടനയും പ്രവർത്തനവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു സ്കാനിങ്ങിന്റെ രീതിയാണ്. അപ്പൊ ഇവിടെ എന്ത് വേവുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് MRI സ്കാനിങ്ങിന്? അതിശക്തമായ കാന്തിക മണ്ഡലം അല്ലേ? കാന്തിക മണ്ഡലവും റേഡിയോ തരംഗങ്ങളും കാന്തിക മണ്ഡലവും റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രോട്ടോണുകളും സജീവമാക്കി അതിന്റെ കാന്തിക സ്വഭാവത്തിലെ മാറ്റങ്ങൾ രേഖപ്പെടുത്തിയാണ് എന്ത് ഈ ശരീരത്തിന്റെ വിശദമായ ചിത്രം ലഭ്യമാക്കുന്നത്. ഇപ്പൊ റേഡിയേഷന് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതായത് എക്സ്റേ പോലുള്ള റേഡിയേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതിനകത്ത്. അതുകൊണ്ട് സുരക്ഷിതമായത്. ഓക്കെ. അപ്പൊ പിന്നെന്താ റേഡിയോ ട്യൂണിങ്? റേഡിയോ ട്യൂണിങ് എന്നത് എന്താണ്? റേഡിയോ സ്വീകരിക്കുന്ന ഒരിടത്തേക്ക് ഒരു ഫ്രീക്വൻസി അല്ലെ, നമ്മളിങ്ങനെ ഒരു ഫ്രീക്വൻസിയിലല്ലേ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്ത ഫ്രീക്വൻസികളിലാണ് സിഗ്നലുകൾ നമ്മളിങ്ങനെ അയക്കുന്നത് അല്ലെ? അപ്പൊ അതിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങളില് അവിടെ എന്തോ ഈ റെസണൻസ് ഒക്കെ തന്നെ അല്ലെ? കമ്പനവും റെസണൻസും. പിന്നെന്തോ വരുന്നത്? പിന്നെന്താണ്? സ്റ്റെതസ്കോപ്പിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റെതസ്കോപ്പ്, അവിടെ ഹൃദയമിടിപ്പ് നമുക്ക് നോക്കാൻ സാധിക്കും അല്ലെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട്. അപ്പൊ ഈ ഹൃദയമിടിപ്പിന്റെ വളരെ നേർത്ത ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോ ശബ്ദത്തിന്റെ പ്രണോദിത കമ്പനവും അനുനാദവും രണ്ടും ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാം. പ്രണോദിത കമ്പനവും ഫോഴ്സ്ഡ് വൈബ്രേഷനും അനുനാദവും റെസൊണൻസും ഇവിടെ ഒരുമിച്ച് പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെന്തുവാ? മെഗാഫോണ്, ഹോണ്, സംഗീതോപകരണങ്ങളായ ട്രംപറ്റ്, പിന്നെ നാദസ്വരം, അതിനകത്തെല്ലാം ഈ റെസൊണൻസ് ഒക്കെ നമ്മൾ എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നോക്കാനുള്ളത് തരംഗചലനമാണ് കേട്ടോ. തരംഗചലനം. അപ്പൊ തരംഗചലനം അഥവാ വേവ് മോഷന് ഇവിടെ ഒരു ഇത് കാണിച്ചേക്കുവാണേ, ഒരു പരീക്ഷണം കാണിച്ചേക്കുക. ഒരു സ്ലിംഗ് എടുത്തിട്ട് 2 അഗ്രങ്ങളും വലിച്ചു പിടിക്കുക. ഒരഗ്രത്തിലെ ഏതാനും ചുരുളുകൾ അമർത്തി വിട്ടു നോക്കൂ. സ്ലിംഗിൽ രൂപപ്പെടുന്ന വിക്ഷോഭം നിരീക്ഷിക്കൂ. അപ്പോ ഈ ചിത്രത്തിൽ എന്താ കാണിച്ചേക്കുന്നത്? സ്ലിംഗിയുടെ ഒരറ്റത്തെ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിച്ച് നോക്കൂ, എന്ത് കാണുന്നു. അപ്പൊ ഈ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോഴേ നമ്മുടെ ഈ സ്ലിംഗിയില് ഈ വളയുണ്ടല്ലോ, സ്പ്രിങ് വള, അത് തന്നെ. അപ്പൊ ഈ സ്ലിംഗിയിൽ ഉണ്ടാകുന്ന വിക്ഷോഭങ്ങള് ഈ വേവ് കണക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്, ആ ഡിസ്റ്റർബൻസസ് ഒരറ്റത്തിൽ നിന്ന് ഒരറ്റത്തിലേക്ക് നീങ്ങി പോകുന്ന കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്ലിംഗിയുടെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന വിക്ഷോഭം വലയങ്ങളുടെ പരിണിത സ്ഥാനാന്തരം ഇല്ലാതെ തന്നെ അതായത് ഈ വലയങ്ങൾ ശരിക്കും നീങ്ങി പോകുന്നില്ലല്ലോ എങ്ങോട്ടും. ആ ഒരു വൈബ്രേഷന് ഇങ്ങനെ പോയ ആ ഒരു വൈബ്രേഷൻ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലേക്ക് അങ്ങ് പോവുക, വ്യാപിച്ചു പോവുക. അപ്പോൾ ഇവിടെ മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം തൊട്ടടുത്തതിലേക്കും അവിടെ നിന്ന് തുടർന്നും കൈമാറി മറ്റു ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ എത്തുക, അങ്ങനെ മറ്റേ അറ്റത്ത് വരെ എത്തും. മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് എന്ത്? തരംഗചലനം കേട്ടോ. അപ്പോ തരംഗചലനം. അപ്പോ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതാണ് എന്ത്? തരംഗചലനം അഥവാ വേവ് മോഷന്.
ഓക്കെ. അപ്പൊ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഊർജം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷെ ഇതിന് നടുക്ക് നിൽക്കുന്ന കണികകൾ എങ്ങോട്ടും പോകുന്നില്ല. കണികകൾ അവിടെ തന്നെ നിൽക്കുക. ഇങ്ങനെ നമ്മൾ ഡിസ്റ്റർബൻസ് ഇങ്ങനെ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. തരംഗങ്ങളുടെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ തന്നേക്കുക കേട്ടോ. ഏതൊക്കെയാണ്? നമ്മുടെ റേഡിയോ തരംഗങ്ങള്, സീസ്മിക് തരംഗങ്ങള്, പിന്നെ പ്രകാശ തരംഗങ്ങള്, പിന്നെ ശബ്ദ തരംഗം. സീസ്മിക് തരംഗങ്ങള് അറിയാലോ ഏതൊക്കെയാണ്? മറ്റേ ഭൂകമ്പത്തിന്റെ അതെ, ഭൂകമ്പത്തിന്റെ വേവുകളാണ്. ഇപ്പൊ പി വേവ് ഉണ്ടല്ലേ, പി വേവ് പ്രൈമറി വേവുകൾ, പിന്നെ എസ് വേവുകളുണ്ട് സെക്കൻഡറി വേവ്, പിന്നെ ഈ ഉപരിതല തരംഗങ്ങളുണ്ട് ഭൂമിയുടെ, പിന്നെ റാലി തരംഗം എന്നും പറഞ്ഞ ഒരെണ്ണമുണ്ട്, റാലി വേവ്സ് എന്നും പറഞ്ഞ്. അപ്പോ അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ നോക്കാം കേട്ടോ, ജിയോഗ്രഫിയിൽ നമുക്ക് നോക്കാം. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? വൈദ്യുത കാന്തിക തരംഗങ്ങള്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ റേഡിയോ തരംഗങ്ങള്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങള്, ദൃശ്യപ്രകാശം, ഏത് നമ്മൾ ഈ കാണുന്ന വൈറ്റ് ലൈറ്റ്, പിന്നെന്താണ് അൾട്രാവയലറ്റ് കിരണങ്ങള്, എക്സ് റേകള്, ഗ്യാമ കിരണങ്ങൾ എന്നിവയെല്ലാം തന്നെ എന്താണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അപ്പൊ ഇവയുടെ പ്രേഷണത്തിന് മാധ്യമം വേണോ? മാധ്യമം വേണ്ട അല്ലേ? വേണ്ട. ഓക്കെ. അപ്പൊ അടുത്തത് എന്താണ്? മെക്കാനിക്കൽ. അതെ, മെക്കാനിക്കൽ വേവ്സ് ആണ്, യാന്ത്രിക തരംഗങ്ങൾ. അപ്പൊ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗമാണ് എന്ത്? നമ്മുടെ ഈ യാന്ത്രിക തരംഗങ്ങൾ. അത് തന്നെ നമുക്ക് പിന്നെയും തിരിക്കാം. എന്തായിട്ടാണ്? അനുദൈർഘ്യ തരംഗവും അനുപ്രസ്ഥ തരംഗവും. അപ്പൊ അനുദൈർഘ്യ തരംഗം ആണ് ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് ആണ് കേട്ടോ, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്. അപ്പൊ നമ്മുടെ മാധ്യമത്തിലെ കണികകള് തരംഗം എങ്ങോട്ട് നീങ്ങുന്നു അതിന് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗമാണ് എന്ത്? അനുദൈർഘ്യ തരംഗം കേട്ടോ, അനുദൈർഘ്യ തരംഗം. അപ്പൊ സ്ലിങ്കിയിലെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? അപ്പോ അതിലെ വലയങ്ങള് തരംഗം നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണോ ലംബമായിട്ടാണോ ചലിച്ചേ? വെർട്ടിക്കലായിട്ടാണോ? അല്ലല്ലോ, അത് എവിടുന്നാണോ? അതെ, ഈ ട്രാൻസ്ഫർ, ഊർജത്തിന്റെ ട്രാൻസ്ഫർ നടന്ന ഭാഗത്തിലോട്ട് തന്നെ ഇല്ലയോ ഈ വലയങ്ങളുടെ ഒരു തരംഗം ഒരു വേവിലേക്ക് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റിയത്? അതാ ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ, സമാന്തരമായിട്ട്. അപ്പോ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗമാണ് നമ്മുടെ അനുദൈർഘ്യ തരംഗങ്ങള്. ഓക്കെ. ഈ തരംഗങ്ങള് അടുത്തടുത്ത് വരുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, അല്ലെങ്കിൽ മർദ്ദവ്യതിയാനങ്ങൾ സംഭവിക്കും. ഒരു സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വായുവിൽ തുടർച്ചയായും ക്രമമായും മർദ്ദവ്യതിയാനം രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പൊ വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്നു. ഈ മേഖലകളാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കംപ്രഷൻസ് കേട്ടോ, കംപ്രഷൻസ്. പിന്നെ മർദ്ദം കുറഞ്ഞ മേഖലകൾ എങ്ങനെ അറിയപ്പെടുന്നത്? റാരിഫാക്ഷൻസ്. നീചമർദ്ദ മേഖലകള് റാരിഫാക്ഷൻസ്. ഓക്കെ. അപ്പോ മാധ്യമത്തില് ഒന്നിടവിട്ട് ഈ കംപ്രഷൻ, ഹൈ കംപ്രഷൻ ഏരിയയും ലോ കംപ്രഷൻ ഏരിയയും ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ശബ്ദം സഞ്ചരിക്കുന്നത്. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തിയാണ് ഈ ശബ്ദം സഞ്ചരിക്കുന്നത്. അപ്പോ ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ് കേട്ടോ, അനുദൈർഘ്യ തരംഗം, അതായത് ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്. അപ്പൊ എന്തുവാ? ഈ സൗണ്ട് ട്രാവൽ ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോ എങ്ങനെയാ ഇതിലെ ഈ വൈബ്രേഷൻ നടക്കുന്നതും എങ്ങനെ? ഈ എനർജി ട്രാൻസ്ഫർ ആവുന്ന ഒരു ദിശയിൽ തന്നെ. ഓക്കെ. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോ ഇതിലെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഈ ചലനം, കണികകളുടെ ചലനം എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? മാധ്യമത്തിലെ കണികകള് നമ്മള് തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ട് കേട്ടോ, ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. അതായത് ഇപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഒരു കയറ് ഒരറ്റം എവിടെയെങ്കിലും കെട്ടിയിട്ട് മറ്റൊരറ്റം നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും നമ്മൾ പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ ഈ തരംഗങ്ങൾ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അതെ കാണാം. അതാ ആ ഒരു മൂവ്മെന്റ്. എന്തോ സ്ട്രിങ്സിൽ വരുന്നത് അത് തന്നെയാണോ സാർ ഉദ്ദേശിച്ചത്? അതെ, സ്ട്രിങ്സിൽ വരുന്ന അത് തന്നെ. ഇവിടെ ഈ പരീക്ഷണം, അത് ഞാൻ പിന്നെ പരീക്ഷണം പറയാത്തത്, അത് നമ്മള് ടെക്സ്റ്റ് തന്നെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. നമുക്കിപ്പോ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയൊന്നും വരത്തില്ലല്ലോ.
അത് ഇവിടെ പറഞ്ഞേക്കുന്നത് അത് തന്നെ. ഇത് കണ്ടോ, ഈ സ്പ്രിങ് ഇങ്ങനെ അവര് പൊക്കുകയും താക്കുകയും ചെയ്യുമ്പോൾ കണ്ടോ, ശൃംഗവും ഗർത്തവും ക്രസ്റ്റും ട്രഫും ഉണ്ടാവുന്ന കാര്യമായി പറയുന്നേ. അതിപ്പോ നമ്മള് പറഞ്ഞ പോലെ ഈ ചരട് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പെട്ടെന്ന് നീക്കുമ്പോൾ ഈ വേവ് ഇങ്ങനെ പോവും അല്ലേ, ആ ഒരു ചരടിൽ കൂടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോ അവിടെ എന്ത് സംഭവിക്കുന്നത്, അവിടെ മാധ്യമത്തിലെ കണികകള്, നമ്മളെ മാധ്യമം അപ്പൊ എന്തുവാ, ആ കയറാ, ആ കയറിലെ എന്താണ് കണികകള് അല്ലെ, അത് തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ട് 90 ഡിഗ്രിയിലാ അത് കമ്പനം ചെയ്യുന്നത്. ഇങ്ങനെ പോവുക അല്ലെ, ക്രസ്റ്റും ട്രഫും വരും. അപ്പോ അനുപ്രസ്ഥ തരംഗത്തിന്റെയും അനുദൈർഘ്യ തരംഗത്തിന്റെയും ചില പ്രത്യേകതകൾ നമ്മൾ പറയുവാണ്. തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു. അത് ഏത് തരംഗത്തിലെയാ ഇപ്പൊ പറഞ്ഞത്? അനുപ്രസ്ഥ തരംഗം കേട്ടോ. പിന്നെ ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും ഉണ്ടാവുന്നു. അത് എവിടുത്തെയായിരുന്നു? അനുദൈർഘ്യ തരംഗമായിരുന്നു. പിന്നെ മാധ്യമത്തിൽ മർദ്ദവ്യതിയാനം ഉണ്ടാവുന്നു. അതും എന്ത് തന്നെയാണ്, നമ്മുടെ ഈ അനുദൈർഘ്യമാണ്, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവുകളാണ്. പിന്നെ ശൃംഗവും ഗർത്തവും ഉണ്ടാവുന്ന എവിടായിരുന്നു? നമ്മളിപ്പോ പറഞ്ഞതാ, അനുപ്രസ്ഥ തരംഗങ്ങള്. പിന്നെ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു. അത് അറിയാമല്ലോ, ഇപ്പൊ പറഞ്ഞത് നമ്മുടെ അനുദൈർഘ്യ തരംഗം അല്ലെ, അനുദൈർഘ്യ തരംഗം. ആ, പിന്നെ മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനം ഉണ്ടാവുന്നില്ല. അതപ്പോ എവിടെ ആയിരിക്കും? നമ്മുടെ ഇതിലാ, അനുപ്രസ്ഥത്തില. ശരി. അപ്പൊ അതൊക്കെ ഉള്ളു നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട്. പിന്നെ ഇനിയുള്ളത് എന്താണ്? ആയതി. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലേ, മാക്സിമം ഡിസ്റ്റൻസ്, പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് കവർ ചെയ്യുന്ന മാക്സിമം ഡിസ്റ്റൻസ് ആയിരുന്നു ആംപ്ലിറ്റ്യൂഡ്. ചെറിയ എ കൊണ്ടാണ് നമ്മള് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഇതിനകത്തെ ആയതി എത്ര? ചിത്രത്തിൽ തരംഗത്തിന്റെ ആയതി എത്ര ആയിരിക്കും ഇവിടെ? എ മാക്സിമം പോയത് ഇവിടം വരെയല്ലേ? അതെ. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു കംപ്ലീറ്റ് ഓക്സിലേഷന് നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഊഞ്ഞാലിന്റെ കാര്യം നോക്കുവാണെങ്കിൽ, എയിൽ നിന്ന് ഓയും ഒക്കെ കടന്ന് ബിയിലോട്ടും ചെന്ന് ബിയിൽ നിന്ന് പിന്നെയും തിരിച്ച് ഓയും കടന്ന് എയിലോട്ട് തന്നെ, തുടങ്ങിയിടത്തോട്ട് തന്നെ തിരിച്ചു വരിക. അതിന് വേണ്ട സമയം. ഓക്കെ, പീരിയഡ്. പിന്നെ വേവ് ലെങ്ത് നമ്മൾ പറഞ്ഞായിരുന്നോ? ശരി. അപ്പോ വേവ് ലെങ്ത് എന്താണ്? വേവ് ലെങ്ത് സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്തുള്ള രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗ. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഒരു ക്രസ്റ്റ് ഈ മുകളിലേക്ക് പോയിട്ടില്ലേ, അതായത് ശൃംഗം, ഒരു ശൃംഗവും ഒരു ഗർത്തവും, അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ വേവ് ലെങ്ത് പറയുന്നത്. ഓക്കെ, അതായത് ഈ 0 നിന്ന് ഈ 2 വരെ. അതായത് ഇത് കണ്ടോ, ഒരു ഉയരം വന്നു, ഒരു താഴ്ചയും വന്നല്ലേ, ഒരു ശൃംഗവും ഒരു ഗർത്തവും. അപ്പൊ ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന ഈ 0 മുതൽ 2 വരെ ഉള്ളത്, അതൊരു നമുക്ക് ഇതായിട്ട് എടുക്കാം, വേവ് ലെങ്ത്. അതാ. പിന്നെ നമുക്ക് നോക്കാനുള്ള എന്തുവാ? തരംഗ വേഗം. 1 സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? തരംഗ വേഗം. ഇതെല്ലാം നമ്മുടെ ആ സ്ലിംഗയുടെ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ പറഞ്ഞേക്കോ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. തരംഗ വേഗം, 1 സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ വേഗം. പിന്നെ തരംഗ വേഗത്തിന്റെ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ നോക്കി വെക്കാം. ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ എന്നാണ് കേട്ടോ തരംഗ ദൈർഘ്യം. ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ, വി ഇസ് ഇക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ് കേട്ടോ, ശബ്ദത്തിന്റെ പ്രതിപതനം. അപ്പൊ മിനുസമുള്ള പ്രതലങ്ങളിൽ ഈ സൗണ്ട് തട്ടുവാണെങ്കിൽ എന്ത് സംഭവിക്കും അറിയോ? തിരിച്ച് നമ്മുടെ വെട്ടമടിക്കുമ്പോൾ തിരിച്ച് എങ്ങനെ വരുന്നോ അതുപോലെ തന്നെ സൗണ്ടും തിരിച്ചു വരും.
അപ്പോ ഇത് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ ഇത് അപ്ലൈ ചെയ്യുമെന്നുള്ളതൊക്കെയാ. അതായത് ഇപ്പം ഈ ഹാളുകളിലൊക്കെ ഈ ആർച്ച് പോലെ ആയിരിക്കും സീലിംഗ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എന്തിനായിരിക്കും? ഈ സൗണ്ട് ഇത് ഒഴിവാക്കാൻ ആവർത്തിച്ച് അല്ല, നമ്മള് അത് പ്രതിധ്വനിയുടെ കാര്യം പറയുമ്പോ ഒഴിവാക്കാന്. അതല്ല, ഇതിപ്പോ ഓക്കെ. നമ്മൾ പറയുന്നത് എന്തുവാ, മറ്റേ പരിപരുത്ത പ്രതലത്തിനെ അപേക്ഷിച്ച് മിനുസമുള്ള പ്രതലങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ശബ്ദത്തെ നന്നായി പ്രതിഫലിപ്പിക്കും. അപ്പൊ ഈ ഹാളുകളിലൊക്കെ ഇങ്ങനെ ആർച്ച് വളച്ചു വെച്ചാൽ എന്തോ പറ്റും? ഈ മുന്നിൽ ആരെങ്കിലും നിന്ന് സംസാരിക്കുമ്പോ നമ്മുടെ വേദിയിൽ ഇരിക്കുന്നവർക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റും. എല്ലായിടത്തേക്ക് ഈ സൗണ്ട് തട്ടി അങ്ങോട്ട് ചെല്ലുക. അതേ ഉള്ളു, നമുക്ക് അതേ ഉള്ളു ഇവിടെ നോക്കാനുള്ളത്, ശബ്ദത്തിന്റെ പ്രതിപതനം. പിന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അതപ്പോ എന്തുവാ? നമ്മൾ ഈ അടച്ചിട്ട മുറിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണെങ്കിൽ പലയിടത്ത് നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും, തിരിച്ചു വരുന്ന സൗണ്ട് അല്ലേ? അതായത് ഒരു തവണ ഇങ്ങനെ എവിടെയെങ്കിലും പോയി തട്ടി തിരിച്ചു വരുന്ന സൗണ്ട് പിന്നെയും മറ്റു ഡയറക്ഷനിലൊക്കെ പോയി തട്ടി തട്ടി തിരിച്ചു വരിക. അപ്പൊ പലയിടത്ത് നിന്ന് കേൾക്കുന്നതായിട്ട് ഈ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും. കണ്ടോ, ഇവിടുന്ന് ഈ പുള്ളി ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ എന്തോ പറയുക, ഇവിടുന്ന് തട്ടി, കണ്ടോ, ഇവിടുന്ന് തട്ടി സീലിംഗ് തട്ടി, പിന്നെ ഭിത്തി തട്ടി ഇങ്ങോട്ട് വരുന്നു, പിന്നെ മറ്റു ഒരു വേവ് ഏതാണ്ട് ഇവിടുന്ന് തട്ടി തിരിച്ചിങ്ങനെ വന്ന് പുറകെ കൂടെ കേൾക്കുന്നു. അങ്ങനെ ശബ്ദത്തിന്റെ ആവർത്തന പ്രതിധ്വനി, എക്കോ. അതെന്താണ് എക്കോ? ഒരു എക്സാമ്പിൾ പറയാവോ? നമ്മളീ മല അവിടെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചാ ശബ്ദം കേൾക്കാം. അതെ, ഒരു മലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ? അപ്പോ എക്കോ കേൾക്കാൻ ആവശ്യമായ ദൂരം എത്രയെന്ന് ആരെങ്കിലും പറയാവോ? 17 മീറ്റർ. അതെ, 17 മീറ്റർ ദൂരം വേണം. നമ്മളും ഈ റിഫ്ലക്ട് ചെയ്യുന്ന ഏത് വസ്തുവാണോ അതും തമ്മിൽ 17 മീറ്റർ ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്കോ കേൾക്കാൻ പറ്റൂ. അപ്പൊ അത് നമുക്ക് പറയാം. അപ്പോ അടച്ചിട്ടിരിക്കുന്നതും ഒഴിഞ്ഞു കിടക്കുന്നതുമായ വലിയ ഹാളിനുള്ളിൽ ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴും വലിയ മലകളുടെ അകലെ നിന്ന് ഉച്ചത്തിൽ വിളിക്കുകയോ കൈകൊട്ടുകയോ ചെയ്യുമ്പോഴും അല്പസമയത്തിന് ശേഷം അതേ ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിയുന്നതാണ് എന്ത്? ഈ പ്രതിധ്വനി എന്ന പ്രതിഭാസം കേട്ടോ. അപ്പൊ ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് എന്ത്? ഈ പ്രതിധ്വനി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ആദ്യ ശബ്ദം പ്രതിപതനത്തിന് ശേഷം വീണ്ടും വ്യക്തമായി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ശ്രോതാവിൽ നിന്ന് ചുരുങ്ങിയത് എത്ര അകലത്തിലായിരിക്കണം എന്ന് നോക്കാം. അപ്പൊ പറയുക, ഒരു ശബ്ദം നമ്മിൽ ഉണ്ടാക്കുന്ന ശ്രവണ അനുഭവം 1/10 സെക്കൻഡ് ആണ്. അതിനാ നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ നമ്മൾ കാണുന്ന എന്തോ അതെ, ശ്രവണ സ്ഥിരത. അതേപോലെ നമ്മള് കണ്ണും കൊണ്ട് കാണുന്ന ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണിൽ കുറച്ചു നേരം തട്ടി നിൽക്കും അല്ലേ? അതെ അതെ. എത്ര സെക്കൻഡ് ആണ്? 1/16 സെക്കൻഡ്. 1/16. ഇതെന്ന് പറയുമ്പോൾ 1/10 സെക്കൻഡ്. അപ്പോ ഒരു ശബ്ദം നമ്മളിൽ ഉണ്ടാക്കുന്ന ശ്രവണ അനുഭവം 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ള എന്തുവാ? റീവെർബറേഷൻ ആണ് കേട്ടോ. റീവെർബറേഷൻ. അപ്പോ അതെന്ന് വെച്ചാൽ എന്തുവാണെന്നറിയോ? ഒരു ചെറിയ ശബ്ദം ഉണ്ടാവുകയാണെങ്കിൽ പോലും ആ ശബ്ദം ആവർത്തിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക മുഴുവൻ എല്ലായിടത്തും. അപ്പൊ എന്തുവാ സംഭവം? ഇവിടെ ഒരു എക്സാമ്പിളാ പറഞ്ഞേക്കുന്നേ. കർണാടകത്തിലെ ബീജാപൂരിലുള്ള ഗോൾഗുംബസ് എന്ന മർമ്മര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ മുഴുവൻ ആവർത്തിച്ച് കേൾക്കാം. ശബ്ദതരംഗങ്ങള് ഗോളാകൃതിയിലുള്ള ചുമരുകളിൽ ആവർത്തന പ്രതിപതനത്തിന് സൗണ്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെയും പിന്നെയും
മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അത് കാരണം ഉണ്ടാകുന്ന മുഴക്കമാണ് ഇതിന് കാരണം കേട്ടോ. പിന്നെ നമ്മുടെ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി അതെന്താണ്? നമുക്ക് കേൾക്കാൻ പറ്റുന്ന അറിയാലോ, 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ അല്ലയോ? അപ്പൊ ഭൂകമ്പ തരംഗങ്ങളൊക്കെ എവിടാണ് ഉൾപ്പെടുന്നത്? മനുഷ്യന് അതെ, ഏത് ഇതിലാണ് ഉൾപ്പെടുന്നത്? ഇൻഫ്രാസോണിക്ക. അപ്പൊ നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല ഭൂകമ്പ തരംഗങ്ങള്. 20 ഹെർട്സിന് താഴെ. അതെ, താഴെ. അപ്പോ ഇത് കേൾക്കാൻ പറ്റും ആർക്ക്? ഈ നമ്മുടെ മൃഗങ്ങൾക്കൊക്കെ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ആനകൾക്കൊക്കെ ആദ്യമേ അറിയാം ഭൂകമ്പമൊക്കെ വരുമ്പോ ഇതുങ്ങൾ അവിടുന്ന് വേഗം രക്ഷപ്പെടും. ഇത് വരുന്നതിന് ഒത്തിരി ഒരു 2 ദിവസമൊക്കെ മുന്നേ ഇതുങ്ങൾ അവിടെ നിന്നൊക്കെ മാറിപ്പോവും അല്ലെ? പിന്നെന്താ 20,000 ഹെഡ്സ് നമ്മുടെ ലിമിറ്റ് ആണ്, മാക്സിമം ലിമിറ്റാ. അതിൽ കൂടുതൽ ഉള്ള വേവുകളാണ് എന്ത്? അൾട്രാസോണിക് വേവുകൾ. ഈ അൾട്രാസോണിക് വേവ് ഉപയോഗിക്കുന്ന മൃഗങ്ങൾ ഏതാണ്? ഇരകളെയൊക്കെ കണ്ടെത്താന് വവ്വാലുകളൊക്കെയാണ്. അപ്പോ പിന്നെ നമ്മുടെ ബ്ലൂ വെയിലുകളുടെ സൗണ്ട് ഒക്കെ ഇതുപോലാണ്, നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത ഫ്രീക്വൻസിയില. അപ്പോ നായകൾക്ക് കേട്ടോ, നായകൾക്ക് 20,000 ഹെഡ്സിന് മുകളിലൊക്കെ കേൾക്കാം. അതായത് നമ്മൾ ചിലപ്പോ ഈ നായകൾ ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നേ, വേറൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. പ്രാവുകൾക്കുണ്ടല്ലോ, പ്രാവുകൾക്ക് നമുക്ക് കേൾക്കുന്ന ഇതും പറ്റും. പിന്നെന്താണ്, ഈ ഇൻഫ്രാസോണിക് ഇതും കേൾക്കാൻ പറ്റും, ഇൻഫ്രാസോണിക് സൗണ്ടുകളും കേൾക്കാൻ പറ്റും. നിശാശലഭങ്ങളുടെ കൊടുത്തേക്കുന്ന കണ്ടോ, ഏകദേശം 20 ഹെഡ്സിന്റെ 20,000 ഹെഡ്സ് വരെ ഉണ്ട് കേട്ടോ. 20 ഹെഡ്സ് ഇല്ല, 20 ഹെഡ്സിന് മുകളിലേക്ക്, അത് മുതൽ 20,000 ഹെഡ്സും കവർ ചെയ്ത് കുറച്ച് അൾട്രാസോണിക് വേവുകളുടെ കുറച്ച് ഇതും കേൾക്കാൻ പറ്റും. ആനയ്ക്ക് കേൾക്കാൻ പറ്റും കേട്ടോ, ഇൻഫ്രാസോണിക്കും കേൾക്കാൻ പറ്റും, പൂർണ്ണമായിട്ടല്ല എന്നാലും. പിന്നെന്തോ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയും കേൾക്കാൻ പറ്റും. പിന്നെ വവ്വാൽ അൾട്രാസോണിക്. പിന്നെ പൂച്ചകൾ കേട്ടോ, നമ്മുടെ പൂച്ചസാർ ആണെങ്കിൽ അൾട്രാസോണിക്കും കേൾക്കാം, ഇൻഫ്രാസോണിക് ഇല്ല കേട്ടോ, 20 ഹെഡ്സ് മുതലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ പട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വിസിലുണ്ടല്ലോ, ഗാൾട്ടൺ വിസിൽ എന്ന് പറയും കേട്ടോ, ഗാൾട്ടൺ വിസിൽ. അതെ, നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ അതില് 30,000 ഹെഡ്സ് ഒക്കെയാ ഫ്രീക്വൻസി കേട്ടോ, പട്ടികളെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന. ഓക്കെ. അപ്പൊ ഇനി എന്തുവാ, നമ്മുടെ വവ്വാലുകൾ എങ്ങനെ ഈ അൾട്രാവയലറ്റ് ഉപയോഗിച്ച് ഇരകളെ പിടിക്കുന്നേ? ഇത് അൾട്രാവയലറ്റ് പുറപ്പെടുവിക്കും, അത് ഇരകളെ തട്ടിയിട്ട് തിരിച്ച് വരും. എന്നിട്ട് അത് മനസ്സിലാക്കിയ ഇത് ലൊക്കേഷൻ മനസ്സിലാക്കുന്ന. ഓക്കെ, അപ്പൊ അതും അറിയാം. പിന്നെന്തുവാ നമുക്ക് അൾട്രാസോണിക് തരംഗം കൊണ്ടുള്ള ഉപയോഗങ്ങള് കേട്ടോ. വൃക്കയിലെ ചെറിയ കല്ല് പൊടിച്ചു കളയാൻ, ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ വൃക്കയിലെ ചെറിയ കല്ല് പൊടിച്ചു കളയാൻ ഉപയോഗിക്കാം. പിന്നെന്തുവാ, ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കാം. പിന്നെ വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബം രൂപപ്പെടുത്താൻ കേട്ടോ, അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈ അൾട്രാസോണിക് എമിറ്റ് ചെയ്തിട്ട് ഡിഫ്ലക്ട് ചെയ്യുമല്ലോ, ഇത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യും, എന്നിട്ടാണ് ഈ ഇമേജിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങള് ശരീരകലകളിലെ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിപതിച്ച് ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലാക്കി മാറ്റി അവയവത്തിന്റെ ചിത്രം രൂപപ്പെടുത്തുന്നു. ഓക്കെ. പിന്നെന്തുവാ, സർപ്പിളാകൃതിയിലുള്ള കുഴലുകൾ കേട്ടോ, നിശ്ചിത ആകൃതിയിലില്ലാത്ത യന്ത്രഭാഗങ്ങള്, ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ, ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നമ്മുടെ അൾട്രാസോണിക് തരംഗം ഉപയോഗിക്കും. പിന്നെ സോണാർ അറിയാലോ, എന്താണ് കപ്പലുകളിൽ ഉപയോഗിക്കുന്ന, ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം. അത് എങ്ങനെ? അത് ഇതേ പ്രിൻസിപ്പിൾ തന്നെ. നമ്മുടെ വവ്വാൽ എങ്ങനെയാണോ അതിന്റെ ഇരകളെ കണ്ടുപിടിക്കുന്നത്, അതേ പ്രിൻസിപ്പിൾ തന്നെ അല്ലെ. ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള എമിറ്റ് ചെയ്യുന്നു, അത് തട്ടി തിരിച്ചു വരാനുള്ള സമയം അത് വെച്ച് കണക്ക് കൂട്ടും. പിന്നെ നമുക്ക് നോക്കാനുള്ള എന്തുവാ, നമ്മുടെ സീസ്മിക് തരംഗങ്ങൾ, സുനാമിയുമാ.
അപ്പൊ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻ സ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് ഏത്? നമ്മുടെ സീസ്മിക് തരംഗങ്ങൾ. സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? സീസ്മോളജി. പിന്നെ ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് എന്തിലാണ്? റിക്ടർ സ്കെയിലാണ് കേട്ടോ, റിക്ടർ സ്കെയിലില്. അപ്പോ നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലോ തീരപ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങള് എന്തിന് കാരണമായേക്കാമെന്നാ പറയുന്നേ? സുനാമികൾക്ക് അല്ലെ, സുനാമി തിരകൾക്ക്. ഭയങ്കര പൊക്കത്തില് തിരമാലകൾ ഇങ്ങനെ വരും അല്ലെ. അപ്പോ കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് എങ്ങനെ വിളിക്കുന്നത്? സുനാമി. ഈ സുനാമി എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാ വന്നേക്കുന്നേ? ജാപ്പനീസ് അല്ലേ? ജാപ്പനീസ് ആണ് കേട്ടോ, ജാപ്പനീസ്. തുറമുഖ തിരമാലകളാണ്. തുറമുഖ തിരമാലകളായിരിക്കും. അങ്ങനെ. ഇതിൽ കൂടുതലൊന്നും ഇതിനകത്തൊന്നും നമുക്ക് ചോദിക്കാനൊന്നും ഇല്ല. ആകെ ഈ ചിലപ്പോ ഈ അനുപ്രസ്ഥ തരംഗം ഒക്കെ ചോദിക്കുമായിരിക്കും. അനുപ്രസ്ഥ തരംഗമോ അല്ലെങ്കിൽ ഏതായിരുന്നു? അനുദൈർഘ്യ തരംഗം. നമുക്കൊന്ന് ചുമ്മാ പറഞ്ഞു പോവാം. മറ്റേ ഹെഡ്സിന്റെ പേര്, ഈ അളവ് ആരോടുള്ള ആദരസൂചകമായിട്ട് കൊടുത്തയാ? ഹെൻറിച്ച് ഹെഡ്സ് അല്ലേ? ഹെൻറിച്ച് ഹെഡ്സ്. പിന്നെ നമ്മൾ ഓക്സിലേഷൻ എന്തുവായിരുന്നെന്നാ പറഞ്ഞേ? ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നത് ഓക്സിലേഷൻ അല്ലെങ്കിൽ ദോലനം. പിന്നെ ഒരു തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്ക് മാക്സിമം പോകുന്ന ഡിസ്റ്റൻസ് ആണ് എന്താ? ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി. പിന്നെ ഒരു ഓക്സിലേഷന് വേണ്ട സമയം ആണ് പീരിയഡ്. അപ്പൊ അത് സെക്കൻഡിലാണ് അളക്കുന്നത്. നമ്മുടെ ആയതി ആംപ്ലിറ്റ്യൂഡ് മീറ്ററിലാണ് അളക്കുന്നത്. പിന്നെ എന്തുവായിരുന്നു പറഞ്ഞേ? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനത്തിന്റെ എണ്ണം ആണ് ഫ്രീക്വൻസി. ദ നമ്പർ ഓഫ് ഓക്സിലേഷൻസ് പെർ സെക്കൻഡ് അല്ലേ? പിന്നെ നമ്മുടെ അൾട്രാസോണിക് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തുവായിരുന്നു മെഡിക്കൽ ഫീൽഡില്? ചെറിയ കല്ല് പൊടിക്കുന്നു. അതെ. പിന്നെ ഫിസിയോതെറാപ്പി. പിന്നെ വേറെ നമ്മുടെ ഇമേജിങ്, വൃക്ക, കരള് അല്ലെ, ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബ്ലൂ വെയിലുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഇൻഫ്രാസോണിക്കിലാ വരുന്നത് കേട്ടോ, ലോ ഫ്രീക്വൻസിയാ. അപ്പോ ഭയങ്കര ഒത്തിരി ദൂരം ഇത് കവർ ചെയ്യുകയും ചെയ്യും. അതും ഓർത്തു വെച്ചു. പിന്നെ സീസ്മിക് തരംഗങ്ങള് മുമ്പേ പറഞ്ഞല്ലോ, അത് നമുക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം കേട്ടോ. പി വേവ്, എസ് വേവ് ഒക്കെ. അതെ, ഭൂകമ്പങ്ങളുടെ. അതിലേതാ ഏറ്റവും ഡേഞ്ചറസ് വേവ് ഏതാ? അറിയാമോ? പി വേവ് ആണോ എസ് വേവ് ആണോ ഏറ്റവും ഡേഞ്ചറസ്? അതായത് നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് ഇങ്ങനെ വന്നിട്ട് നാശം മൊത്തം ഉണ്ടാക്കുന്ന എസ് വേവ് ആ കേട്ടോ, സർഫസ് വേവ് എന്ന് പറയും. ഓക്കെ. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ആംപ്ലിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞില്ലയോ? അതെ. ആ ആംപ്ലിറ്റ്യൂഡ് ഈ എസ് വേവിന് ഭയങ്കര വലിയ ആംപ്ലിറ്റ്യൂഡാ. അത് മാത്രമല്ല, നമ്മൾ മുമ്പേ പറഞ്ഞ ടൈമില്ലേ, ഡ്യൂറേഷന്, അതും കൂടുതലാ. അതുകൊണ്ടാണ് ഈ നാശനഷ്ടം ഉണ്ടാകുന്ന ഭയങ്കരമായിട്ട്. ഇത് നമ്മൾ പറഞ്ഞില്ലല്ലോ, സുനാമിന്ന് രക്ഷപ്പെടാന്. അതെന്തുവാ? കടൽ ഭിത്തി നിർമ്മിക്കാം, പിന്നെ കണ്ടൽക്കാട് വെച്ചുപിടിപ്പിക്കാം. ശരി. നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ഒരു വ്യക്തി ആരാ മറ്റേ കണ്ടൽക്കാടിന്റെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചേ? അതെ. അത് നമ്മുടെ SRT തന്നെ.